അഷ്റഫെ ഓഡിയബിൾ ആണോ? ഒന്ന് ചെക്ക് ചെയ്യും. അതെ, ഓഡിബിൾ ആണ്. ഓക്കെ, നമുക്ക് 2 മിനിറ്റ്സും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് കൃത്യമായി തുടങ്ങാം.
ഇന്ത്യയിൽ PhD നിലവിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ, ഡോക്ടറൽ ഫെലോഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു NOC ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ മാസ്റ്റേഴ്സ് ലെവലിലോ MPhil ലെവലിലോ എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളോ അല്ലെങ്കിൽ ഡെസർട്ടേഷനിൽ നിന്നുള്ള എന്തെങ്കിലും റൈറ്റിംഗ് മെറ്റീരിയൽസ്, ഒറിജിനൽ ആയിട്ടുള്ള റൈറ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റിംഗ് മെറ്റീരിയൽ കാണിക്കാം. അത് ഇല്ലെങ്കിൽ അതൊരു ഇറ്റ്സ് നോട്ട് സംതിങ് ദറ്റ് ഈസ് എക്സാക്ട്ലി റിക്വയർഡ്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് നമുക്കൊരു റിസർച്ച് പ്രൊപ്പോസൽ കാണിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ പ്രൊപ്പോസൽ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് കുറച്ചെങ്കിലും ഫീൽഡ് വർക്ക് ചെയ്ത് ഒരു സാഹചര്യത്തിൽ പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി അനുയോജ്യമായ ഒരു ടൈം. അതുപോലെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് റിസർച്ച് പ്രൊപ്പോസൽ, അതായത് നമുക്ക് എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ജസ്റ്റിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, അതുപോലെ CV, റെക്കമെൻഡേഷൻസ്, റൈറ്റിംഗ് മെറ്റീരിയൽ, ഹോസ്റ്റിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ. മാസ്റ്റർ സ്റ്റുഡൻസിന് ഹോസ്റ്റിന്റെ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ ഈ ഫുൾബ്രൈറ്റ് മാസ്റ്റേഴ്സ് ലെവലിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് കൊടുത്താൽ മതി. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ പ്രിഫറൻസസ് അവർക്ക് കൊടുത്താൽ അവർ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല മാസ്റ്റേഴ്സ് ലെവലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡോക്ടറൽ സ്കോളേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ സ്കോളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഹോസ്റ്റ് യൂണിവേഴ്സിറ്റിന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ കരസ്ഥമാക്കണം. അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് USIFന്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ടുണ്ട്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ CV വേണം, അതുപോലെ നമ്മുടെ മാർക്ക് ഷീറ്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം. ട്രാൻസ്ക്രിപ്റ്റിന്റെ ആവശ്യം ഇല്ല, പക്ഷെ മാർക്ക് ഷീറ്റ് ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തായാലും നമുക്ക് വേണം. ഇനി ടോഫിൾ സ്കോറിന്റെ ആവശ്യം അപ്ലൈ ചെയ്യുന്ന സമയത്തില്ല. നമ്മൾ അഥവാ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ അവര് നമുക്ക് ഫണ്ടിങ്ങോടൊപ്പം തന്നെ ടോഫിൾ എടുക്കാനുള്ള ഒരു അവസരം തരും. സോ ടോഫിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്, പക്ഷെ ടോഫിൾ സ്കോർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി വേണ്ടത് ഒരു സ്റ്റഡി ഒബ്ജക്റ്റീവ് ആണ്. സ്റ്റഡി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോസൽ ആണ്. അതെങ്ങനെ എഴുതാന്നുള്ളത് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അഥവാ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതും ഞാൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ വേണ്ടത് റൈറ്റിംഗ് സാമ്പിൾ ആണ്. റൈറ്റിംഗ് സാമ്പിൾ ഒന്നെങ്കിൽ നമുക്ക് പബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ലെവലിൽ ചെയ്ത ഡെസർട്ടേഷൻ വർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡ്രാഫ്റ്റ് റൈറ്റിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ആണ് വേണ്ടത്. ലെറ്റർ ഓഫ് ഇൻവിറ്റേഷന് നിങ്ങൾ ഒരു ഹോസ്റ്റ് യൂണിവേഴ്സിറ്റിനെ കോണ്ടാക്ട് ചെയ്യുകയും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസറെ നിങ്ങൾ തെരഞ്ഞെടുത്ത് അറ്റ്ലീസ്റ്റ് 2 or 3 ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അത് എങ്ങനെയാണ് ഒരു ഹോസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈമിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ലെറ്റർ കിട്ടുവാണെങ്കിൽ ഈ ഫുൾബ്രൈറ്റ് ടീമിന് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ലെറ്റർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. പിന്നെ വേണ്ടത് PhD രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു പ്രൂഫാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനെ സമീപിക്കുകയും അവരിൽ നിന്നൊരു NOC വാങ്ങി എടുക്കണം.
അപ്പൊ ആ NOCയിൽ ഉണ്ടാവേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോപ്പിക് എന്താണ്, ഏത് ഇയറിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അടക്കം നിങ്ങളുടെ സൂപ്പർവൈസറുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ ഈ ഇന്ന ഒരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു NOC നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വേണ്ടത് ഒരു FNDR അപ്ലിക്കൻ അനക്ഷർ ഫോം ആണ്. അത് USAIFന്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു വെബ്സൈറ്റ്, അവർക്കൊരു ലോഗിൻ ID പാസ്വേഡ് ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു ലോങ് ലെന്തി പ്രൊസീജിയർ ആയതുകൊണ്ട് കുറച്ചുകൂടി മുന്നേ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്കുള്ള അഡ്വൈസ്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 months മുന്നെയെങ്കിലും, 4 to 3 months മുന്നെയെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം റെക്കമെൻഡേഷൻസ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഹോസ്റ്റിനെ കണ്ടുപിടിക്കണം, അതുപോലെ ഈ എല്ലാവിധ ഡോക്യുമെന്റ്സ് നിങ്ങൾ സംഘടിപ്പിക്കണം. പിന്നെ ഹോസ്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തരുന്ന വ്യക്തികളെ നിങ്ങൾ സമീപിച്ചിട്ട് അവർക്ക് ഒരു എഴുതാനുള്ള സാവകാശം കൊടുക്കണം. അതുപോലെ അവർക്ക് അവരോട് അയക്കാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അത്രയും സമയം നിങ്ങൾ മുൻകൂറായിട്ട് കണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി വേണ്ടത്, നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ എംപ്ലോയേഴ്സിന്റെ ഒരു എൻഡോഴ്സ്മെന്റ് ഫോം അഥവാ ഒരു NOC പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. അത് എന്തായാലും, അതായത് നിങ്ങളൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഈ എൻഡോഴ്സ്മെന്റ് ഫോം ഒരു NOC ഒക്കെ നേരത്തെ തന്നെ സംഘടിപ്പിച്ച് വെക്കണം. അപ്പൊ ഈ FNDR അപ്ലിക്കന്റ് അനക്ഷർ ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോർട്ടലിൽ തന്നെ അവൈലബിൾ ആണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവര് ആൻസർ ചെയ്യാൻ പറയും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എങ്ങനെയാണ് നിങ്ങളൊരു കൾച്ചറൽ അംബാസിഡർ എന്ന നിലക്ക് എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് നിങ്ങൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ വർക്കിന്റെ സ്കോപ്പ് എന്താണ്, ഇന്നിങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആണ് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ 3 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം നിങ്ങളുടെ PhD അഡ്വൈസറിന്റെ ആയിരിക്കണം. ബാക്കി 2 ഒന്നെങ്കിലും ഒരു അക്കാഡമിക് റെക്കമെൻഡർ ആവാം, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ വർക്കിനെ കുറിച്ചും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ സ്വീകരിക്കാവുന്നതാണ്. എംപ്ലോയർ ആണെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൾച്ചറൽ സ്പിയറിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്പിയറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ നമുക്ക് മേടിക്കാവുന്നതാണ്. ബട്ട് ഒരു ഫ്രണ്ടിൽ നിന്നോ ഒരു പേഴ്സണൽ റിലേറ്റീവിൽ നിന്നോ റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിക്കുന്നത് അഡ്വൈസബിൾ അല്ല. ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ മാസ്റ്റേഴ്സ് ലെവൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹോസ്റ്റിന്റെ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ ആവശ്യം ഇല്ല. അതുപോലെ ഇതിൽ PhD രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണോ ആവശ്യം എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി USAIFന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ 2 പേർക്കും ഞാൻ പറഞ്ഞ പോലെ സ്റ്റഡി ഒബ്ജക്റ്റീവും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റും റെക്കമെൻഡേഷനും മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. നമ്മളൊരു CV ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് CV-യിൽ വേണ്ടത് ഈ അംശങ്ങളാണ്. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബ്രീഫ്ലി മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ BA ഓർ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, കറന്റ്ലി നിങ്ങൾ പെർസ്യൂ ചെയ്യുന്ന PhD ഏത് വിഷയത്തിലാണ്, അതിന്റെ ഒരു ടൈറ്റിൽ കൂടി മെൻഷൻ ചെയ്യുക നിങ്ങളുടെ തീസിസിന്റെ. അഥവാ നിങ്ങൾക്ക് തീസിസ് കൺഫേം ആയിട്ടില്ല ടൈറ്റിൽ എങ്കിലും ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഏരിയയുടെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ എക്സ്പീരിയൻസോ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മാസ്റ്റേഴ്സ് ലെവലിൽ ഞാൻ പറഞ്ഞ പോലെ 3 years എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ഇനി റിസർച്ച് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ്
അല്ലെങ്കിൽ BA ലെവലിൽ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്ലോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ ചെയ്ത റിസർച്ച് എക്സ്പീരിയൻസോ ഡെസർട്ടേഷൻ എഴുതിയ ഇതുണ്ടെങ്കിൽ അതൊരു റിസർച്ച് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇനി എന്തെങ്കിലും ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇന്റേൺഷിപ്സ് എന്നുള്ള ഒരു കോളം അതിൽ മെൻഷൻ ചെയ്തിട്ട് യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അതായത് എല്ലാ അവാർഡ്സും റെക്കഗ്നിഷനും പ്രൈമറി സ്കൂളിൽ തൊട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഇൻവെന്ററി ലിസ്റ്റ് പോലെ ഒന്നും ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട. നിങ്ങൾ ഏത് പ്രോഗ്രാമിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് അനുയോജ്യമായ റെക്കഗ്നിഷൻസ്, അവാർഡ്സ്, അതുപോലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് മാത്രം മെൻഷൻ ചെയ്യുക. ക്വാളിറ്റിക്കുപരി ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ താല്പര്യമുള്ള ഏരിയയിലുള്ള നിങ്ങളുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു എൻഗേജ്മെന്റ് ആണ് CV-യിൽ റിഫ്ലക്റ്റ് ആവേണ്ടത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ അവാർഡ്സോ അല്ലെങ്കിൽ അക്കാഡമിക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദാറ്റ്. എന്തെങ്കിലും എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ലെവലില് എക്സ്പോഷർ ഇല്ല എങ്കിൽ നോ പ്രോബ്ലം. ഐ മീൻ അത് ഇല്ലാത്തത് കൊണ്ട് അതൊരു റെക്വിസിറ്റേ അല്ല. ഇൻഫാക്ട് US-ലുള്ള എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആക്ച്വലി ചാൻസസ് കുറവാണ്. എന്നാലും ഒരിക്കലും അത് കിട്ടാതിരിക്കാനുള്ള ഒരു ഘടകമല്ല. പക്ഷെ US-ൽ സിഗ്നിഫിക്കന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് നോക്കണം, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോൺഫറൻസസ്, വർക്ക്ഷോപ്സ് നിങ്ങൾ ഓർഗനൈസ് ചെയ്തതും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പ്രസന്റ് ചെയ്ത കോൺഫറൻസസും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ലീഡർഷിപ്പ് എക്സ്പീരിയൻസസ് ഉണ്ട്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, NSS അതുപോലെയുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് ഓർ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻസിൽ വോളണ്ടറി എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. അവര് നമ്മുടെ പേഴ്സണാലിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, റിസർച്ച് അക്യുമെന്റ് അല്ലാതെ ഇങ്ങനെയുള്ള എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളെയും കൂടിയാണ് അവര് നോക്കുന്നത്, സോഷ്യബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണോ എന്ന്. അപ്പോൾ നിങ്ങളുടെ CV-യിൽ അങ്ങനത്തെ എൻഗേജ്മെന്റ്സും കൂടി എന്താ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. പബ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പബ്ലിക്കേഷൻസ് മെൻഷൻ ചെയ്യേണ്ട ഒരു എന്താ പറയാ ഒരു റെഫറൻസ് സ്റ്റൈൽ ഉണ്ട്, അത് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് പ്രൊഫഷണൽ അസോസിയേഷൻസോ റിസർച്ച് നെറ്റ്വർക്കിലോ മെമ്പർഷിപ്സ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അഥവാ ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ സ്കിൽസ്, ടെക്നിക്കൽ, നിങ്ങൾ ചെയ്യുന്ന സ്റ്റഡിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്ന സ്റ്റഡിക്ക് അനുയോജ്യമായ സ്കിൽസ് എന്താണോ അത് മെൻഷൻ ചെയ്യാം. അതിലുപരി നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ഡോക്ടോറൽ സ്കോളേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്ത വർക്ക് സംബന്ധമായിട്ടുള്ള എന്ത് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ ആ തീംസ് ഒന്ന് മെൻഷൻ ചെയ്യാം. ജസ്റ്റ് ഒരു 2-3 ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് മെൻഷൻ ചെയ്താൽ മതിയാവും. ഇനി ഒരു റിസർച്ച് പ്രൊപ്പോസൽ ആൻഡ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എഴുതാം? ഇത് രണ്ടും ഈ റിസർച്ച് ഈ അപ്ലിക്കേഷൻ പ്രൊസീജിയറിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അഥവാ നമ്മൾ അപ്ലൈ ചെയ്യാൻ വിചാരിക്കുമ്പോൾ ആദ്യം തന്നെ എഴുതേണ്ട മെയിൻ ഡോക്യുമെന്റ് ആണ് റിസർച്ച് ഒബ്ജക്റ്റീവും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റും. US-ൽ ഫുൾബ്രൈറ്റ് അല്ലാതെ ഏതൊരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യം വരുന്ന 2 മെയിൻ ഡോക്യുമെന്റ്സ് ആണ് റിസർച്ച് ഒബ്ജക്റ്റീവ് അഥവാ റിസർച്ച് പ്രൊപ്പോസൽ, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്. നമ്മളിത് എഴുതുന്നതിന് മുന്നേ കുറച്ചും കൂടി റിഫ്ലക്റ്റീവ് ആയിട്ട് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം, എന്തുകൊണ്ടാണ് ഇന്ന ഏരിയയിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യം വന്നത്, എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ റിസർച്ച് ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ എന്തിനാണ് ഈ പർട്ടിക്കുലർ ഫെലോഷിപ്പ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി റിഫ്ലക്റ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട്
വേണം ഇത് എഴുതാൻ. ഓക്കെ. സോ റിസർച്ച് ഒബ്ജക്റ്റീവ് 2 പേജിൽ കൂടുതൽ കവിയാൻ പാടില്ല. അക്കാഡമിക് സ്റ്റൈലിലായിരിക്കണം. അക്കാഡമിക് ജാഗൺസ് അഥവാ അക്കാഡമിക് ആയിട്ടുള്ള പദങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ റിസർച്ച് ഒബ്ജക്റ്റീവും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസും വായിക്കുന്നത് വെറും അക്കാഡമിക്സ് മാത്രമല്ല, പാനലിൽ നോൺ അക്കാഡമിക് ആയിട്ടുള്ള വ്യക്തികളും കൂടിയുണ്ട്. സോ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിൽ കുറച്ചുകൂടി അക്കാഡമിക് സ്റ്റൈൽ ആയിരിക്കണം. പക്ഷെ എങ്കിലും കൂടി എന്താ പറയുക, അത്രയും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ 2 ഡോക്യുമെന്റ്സും എഴുതണം കേട്ടോ. പിന്നെ ഒരു ടിപ്പിക്കൽ റിസർച്ച് പ്രൊപ്പോസൽ സ്റ്റൈലിൽ എഴുതേണ്ട ആവശ്യമില്ല. ഒരു സബ് ഹെഡിങ്സ് ഇല്ലാതെ എന്താ പറയാ, എന്നാൽ ഒരു റിസർച്ച് പ്രൊപ്പോസലിൽ വരുന്ന എല്ലാ ഘടകങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് 2 പേജിൽ കവിയാതെ റിസർച്ച് ഒബ്ജക്റ്റീവ് എഴുതാം. അഥവാ നിങ്ങൾക്ക് റെഫറൻസസ് ഉണ്ടെങ്കിൽ അത് 3rd പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ട്രൈ ടു മാക്സിമം 2 പേജിൽ കവിയാതെ എഴുതാൻ ശ്രമിക്കാം. അതുപോലെ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പ്രൊപ്പോസലിന്റെ ടൈറ്റിൽ എഴുതുക. ഓക്കെ, ടൈറ്റിൽ എഴുതിയിട്ട് നിങ്ങൾ ഏത് ഏരിയയിലാണോ ഈ ഗ്രാന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന, സോഷ്യോളജിയോ ഡെവലപ്മെന്റ് സ്റ്റഡീസോ ജെൻഡർ സ്റ്റഡീസോ ആണോ എൻവയറമെന്റ് സ്റ്റഡീസ് ആണോ, അത് ഫസ്റ്റ് ലൈനിൽ തന്നെ മെൻഷൻ ചെയ്യണം. അതുപോലെ കാരണം ഓപ്പണിംഗ് സെന്റൻസസിലാണല്ലോ കൂടുതൽ നമ്മൾ നമ്മുടെ റിസർച്ച് എന്തിനെ കുറിച്ചാണോ എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാം. ഓക്കെ. അഥവാ ഏതെങ്കിലും ലിറ്ററേച്ചർ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻസ് എന്തായാലും യൂസ് ചെയ്യണം. റെഫറൻസസ് യൂസ് ചെയ്യണം. അവര് പ്ലജറിസം ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ChatGPT പോലെയുള്ള AI ടൂൾസിനെ കൺസൾട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ ആൻഡ് റെഫറൻസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. റിസർച്ച് ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ടൈറ്റിൽ, ഒരു നല്ല ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾ എന്ത് റിസർച്ച് ആണ് ഉദ്ദേശിക്കുന്നത്, ഫീൽഡ് എന്താണ്, അതെല്ലാം നിങ്ങളുടെ മെത്തഡോളജി എന്താണ് റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം ആ ടൈറ്റിൽ ഉണ്ടാകേണ്ടത്. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങളുടെ ടോപ്പിക് എന്തിനെ കുറിച്ചാണ്, നിങ്ങളുടെ വിഷയം എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ റിവ്യൂ കൊടുക്കുക. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് നിലവിൽ ഉള്ള ഡിബേറ്റ്സ് അഥവാ അക്കാദമിക് ആയിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് എന്ന് ഒരു വിശകലനം ചെയ്ത് ക്രിട്ടിക്കൽ ആയിട്ടൊരു അനാലിസിസ് കൊടുക്കുക. അതൊരു ഇൻവെന്ററി ലിസ്റ്റ് പോലെ ഒരുപാട് ലിറ്ററേച്ചർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സ്പേസ് പരിമിതി ഉള്ളത് കൊണ്ട് ഒരു സമ്മറിയും കൂടിയല്ല ലിറ്ററേച്ചർ. മെയിൻ ആയിട്ട് ക്രിട്ടിക്കലി എൻഗേജ് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഗ്യാപ്സ് എന്താണോ അത് മെൻഷൻ ചെയ്യുക. അതുപോലെ റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എൽസെവിയർ, JSTOR അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ AI ടൂൾസ് ആയ ഐ തിങ്ക് ഇറ്റ്സ് റിസർച്ച് റാബിറ്റ് എന്ന ടൂൾ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. അപ്പൊ നിലവിലുള്ള റിസർച്ച് സ്റ്റഡീസ് എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലുള്ള ഗ്യാപ്സ് എന്താണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി എങ്ങനെയാണ് ആ ഗ്യാപ്സിനെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. എന്റെ സ്ലൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ്സ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? നോ. ഓക്കെ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഈ പ്രീവിയസ് സ്ലൈഡ്സ് ഒക്കെ കണ്ടായിരുന്നോ? ചെക്ക് ലിസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. ഓ, ഐ ആം സോ സോറി.
ഓക്കെ, ഞാൻ പറഞ്ഞ ചെക്ക് ലിസ്റ്റ്. മാഡം സോറി മാഡം, പിന്നെ സ്ലൈഡ് നമുക്ക് വെബിനാറിന് ശേഷം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ പോരെ? ഈ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം USIF വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് ശേഷം ഞാൻ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ CV വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ റിസർച്ച് ഒബ്ജക്റ്റീവ് ഓക്കെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ എനിവേ ഇപ്പൊ കാണാമല്ലോ, ഈ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്ന് കൺഫേം ചെയ്യാവോ? യെസ് കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. സോ ലിറ്ററേച്ചർ റിവ്യൂ ഇതാണ്. ക്രിട്ടിക്കൽ ആയിട്ട് നിലവിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ ലിറ്ററേച്ചറും ക്രിട്ടിക്കൽ ആയിട്ട് എൻഗേജ് ചെയ്ത് അതിൽ ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ എങ്ങനെയാണോ അത് നികത്താൻ പോകുന്നത് അതിനെക്കുറിച്ച് എഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കൺസെപ്ച്വൽ ആൻഡ് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് യുവർ നിങ്ങളുടെ റിസർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ലിറ്ററേച്ചർ നിങ്ങൾ സമീപിക്കുമ്പോൾ തന്നെ അതിൽ കുറച്ചുകൂടി കൺസെപ്ച്വൽ ലെവലിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ജെൻഡർ സ്റ്റഡീസിലാണെങ്കിൽ ഫെമിനിസ്റ്റ് സ്റ്റഡീസിൽ ഉള്ള ഇന്റർസെക്ഷണൽ ഫെമിനിസം ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ ഏത് കോൺസെപ്റ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ സോഷ്യോളജിയിൽ എത്നോഗ്രഫിക് റിസർച്ച് അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് തിയറി റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആയിട്ടല്ല നമ്മൾ ഫീൽഡിലേക്ക് പോവുക. അത് പിന്നെ നമ്മൾ ഫീൽഡ് ഒരു പൈലറ്റ് സ്റ്റഡി എങ്കിലും ചെയ്തിട്ട് എമേർജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ലിറ്ററേച്ചറിൽ ബേസിക് അല്ലാതെ ഒരു തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങൾ റിസർച്ച് ടോപ്പിക്കിൽ എന്തെല്ലാം കൺസെപ്ച്വൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്ന എന്തൊക്കെ കൺസെപ്ച്വൽ എൻഗേജ്മെന്റ്സ് ആണ് പറ്റുന്നെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ അതും കൂടി ലിറ്ററേച്ചർ റിവ്യൂയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ റാഷണൽ ഓഫ് യുവർ സ്റ്റഡി. എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ റിസർച്ച് ഏരിയയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അതിന്റെ ഒരു എന്താ പറയാ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതാണ് റാഷണൽ ഓഫ് യുവർ സ്റ്റഡി. അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ റിസർച്ചിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പർട്ടിക്കുലർ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്താണ്, ഓക്കെ, അതും കൂടി ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 റിസർച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇത് കൂടാതെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് മെത്തഡോളജി ആൻഡ് മെത്തഡ്സ് എന്താണ് നിങ്ങളുടെ ഫീൽഡ്, ഇതും കൂടി റിസർച്ച് ഒബ്ജക്റ്റീവില് ഇൻക്ലൂഡ് ചെയ്യണം. മെത്തഡോളജി എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആവാം, അല്ലെങ്കിൽ മിക്സ്ഡ് മെത്തഡ് ആവാം. അപ്പൊ നിങ്ങളുടെ സ്റ്റഡിക്ക് അനുയോജ്യമായ എന്ത് ടൂൾസ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെത്തഡ്സ് ആണോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സർവേ മെത്തഡ്സ് ആവാം, എത്നോഗ്രഫി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സയൻസ് ഫീൽഡിലാണെങ്കിൽ എക്സ്പെരിമെന്റൽ മെത്തഡ് ആവാം. നിങ്ങളുടെ സ്റ്റഡി പാർട്ടിസിപ്പൻസ് ആരാണ്, സാമ്പിളിംഗ് ടെക്നിക്ക് എന്താണ്, ഫീൽഡ് എന്താണ്, ഫീൽഡിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ US നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണ്. സോ നിങ്ങൾക്കറിയാലോ ഡോക്ടറൽ സ്റ്റഡീസിന് 3 to 6 months ആണ്, അല്ല സോറി 6 to 9 months ആണ് ഇവിടെ US ടൈം ഉള്ളത്. അപ്പോൾ US നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അത് ഈ കാലയളവിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളൊരു ഫീസിബിലിറ്റിയും കൂടി കാണിക്കണമല്ലോ. അപ്പോൾ ഒരു 1 to 2 പാരഗ്രാഫ്സിൽ നിങ്ങൾ US എന്ത് സ്റ്റഡിയാണ് പ്രൊപ്പോസ് ചെയ്യുന്നത് അത് അതിനെക്കുറിച്ച് എഴുതുക. അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഫീൽഡോ അല്ലെങ്കിൽ സ്പെസിഫിക് എക്സ്പെരിമെന്റൽ വർക്ക് നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യാം. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന തീസിസ് ടോപ്പിക്കിന്റെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്രൊപ്പോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫീസിബിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ റിസർച്ച് പിന്നെ വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ
പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഇന്ന റിസർച്ച് ഏരിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ മോട്ടിവേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കുറിച്ച് അറിയാത്ത ഒരു എക്സാമിനർ, ഒരു വ്യക്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നറേറ്റീവ് ഡോക്യുമെന്റ് ആണ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതുപോലെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ റിസർച്ച് ഒബ്ജക്റ്റീവ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വേണം നിങ്ങളുടെ സ്റ്റഡി ഒബ്ജക്റ്റീവ്. ഇതെന്താണ് നിങ്ങൾ US പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്താണോ അതിനോട് തന്നെ യോജിച്ച കാര്യങ്ങളായിരിക്കണം പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ കറന്റ്ലി ചെയ്യുന്ന വർക്ക് എന്താണോ അത് മെൻഷൻ ചെയ്യുക. നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സാമൂഹികമായിട്ടും അക്കാഡമിക് ആയിട്ടുള്ള നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പരിമിതികൾ എന്തൊക്കെയാണ്, ചാലഞ്ചസ്, അത് നിങ്ങൾ ഓവർകം ചെയ്ത രീതികൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിലേക്ക് എത്തുന്നത്, വൈ ഡിഡ് യു ചൂസ് ദാറ്റ്, എന്താണ് നിങ്ങളുടെ റിസർച്ച് മോട്ടിവേഷൻസ്, അത് നിങ്ങളുടെ പേഴ്സണൽ ജേർണി ആൻഡ് ചാലഞ്ചസിനോടൊപ്പം തന്നെ റിഫ്ലക്റ്റീവ് ആയിട്ട് റിസർച്ച് ഇൻട്രസ്റ്റ് എഴുതാൻ പറ്റുന്നെങ്കിൽ. ബിക്കോസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇൻ സോഷ്യൽ സയൻസസ് നമ്മൾ ഒരു റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും പേഴ്സണൽ കണക്ഷൻ ഉള്ള സ്റ്റോറി, ഞാൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സബ്ജക്റ്റീവായിട്ട് ഉള്ള സ്റ്റഡി ചെയ്യണം എന്നല്ല, ബട്ട് എന്തെങ്കിലും നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവുള്ളൂ ബിഹൈൻഡ് ദാറ്റ്, വൈ ഡിഡ് വി ചൂസ് ദാറ്റ് എന്നുള്ളൊരു ആ ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻസ് ആവും. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഗ്യാപ്സ് എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെസിഫിക് ഏരിയയിലുള്ള റിസർച്ച് ഡിസിപ്ലിനിൽ ഉണ്ടായി വന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നിങ്ങൾ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് എത്തിച്ചത് എന്നുള്ളത് എഴുതാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള കോഴ്സസ് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യാം. അതുപോലെ നിങ്ങളൊരു പർട്ടിക്കുലർ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഫിസിക്കൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ തരണം ചെയ്ത് ഇതുവരെ എത്തിയ ഒരു ജേർണി നറേറ്റീവ് സ്റ്റൈലിൽ കുറച്ച്, ഞാൻ പറഞ്ഞ പോലെ എല്ലാം അല്ല, ബട്ട് നിങ്ങളുടെ റിസർച്ച് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് എഴുതുക. നിങ്ങളൊരു അണ്ടർ റെപ്രസെന്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്, അപ്പോൾ ഇന്ന പ്രോഗ്രാമിൽ സ്റ്റഡി ചെയ്യാൻ അത് എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നത് എന്ന് എഴുതാം. എങ്ങനെയാണ് അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിറ്റി അക്കാഡമിക്സിൽ അണ്ടർ റെപ്രസെന്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് എന്ത് ഡിഫറൻസ് ആണ് കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ലാർജർ ഡിസിപ്ലിനോ ഉണ്ടാകാൻ പോകുന്നത്, ദാറ്റ് യു ഷുഡ് മെൻഷൻ. ഓക്കെ, നിങ്ങൾ സപ്പോസ് നിങ്ങൾ പ്രൊപ്പോസ് ചെയ്ത വർക്കിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കോഴ്സസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും കൂടി മെൻഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാ അച്ചീവ്മെന്റ്സും മെൻഷൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. നിങ്ങൾ അച്ചീവ്മെന്റ്സ് മെൻഷൻ ചെയ്യാൻ CV ഉണ്ട്, ബട്ട് എന്നാലും അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ അച്ചീവ്മെന്റ്സോ സ്കിൽസോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ലീഡർഷിപ്പ് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ നിങ്ങൾ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് എക്സ്പെരിമെന്റൽ വർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ റിസർച്ച് പ്രൊപ്പോസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ലാർജർ ഡിസിപ്ലിനിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരു ഹോളിസ്റ്റിക് പിക്ചർ, അതായത് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിസർച്ച് ഫിറ്റ് ആവുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ആയിട്ടുള്ള ഗോൾസ് എന്താണ് ഫ്യൂച്ചറിലേക്ക്. നിങ്ങൾക്ക് ആഫ്റ്റർ മാസ്റ്റേഴ്സ് ഇന്ന ഫീൽഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുണ്ട്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓണ്ടർപ്രന്യൂറൽ വെന്യൂസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡോക്ടറൽ സ്റ്റഡീസിന് പോകണം, പോസ്റ്റ് ഡോക്കിന് പോകണം, അക്കാഡമിക് ഫീൽഡിൽ ഇന്ന കോൺട്രിബ്യൂഷൻസ് ആണ് നിങ്ങൾ എന്താണോ എൻവിഷൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്താണോ നിങ്ങളുടെ പേഴ്സണാലിറ്റി, അക്കാഡമിക് ഇൻട്രസ്റ്റ്, ഗോൾസ്, നിങ്ങളുടെ വിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാനും കൂടിയാണ് ഈ പേഴ്സൺ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടി ഇതിൽ മെൻഷൻ ചെയ്യണം. മിയർലി ലൈബ്രറി ആക്സസ് വേണം, അല്ലെങ്കിൽ ഗൈഡൻസ് വേണം, ഓർ നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്ത റിസോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ that is not only the strongest reason. So convincing ആയിട്ടുള്ള പെർസിവേസീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഓർ സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കണം. അതായത് US-ൽ തന്നെ വന്ന് എന്തുകൊണ്ട് നിങ്ങൾ റിസർച്ച് ഈ പ്രൊപ്പോസ് ചെയ്ത വർക്ക് ചെയ്യണമെന്ന് ഒരു മോട്ടിവേഷൻ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള, ഗ്ലോബൽ ലെവലിൽ ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള അർബൻ വർക്ക് അത്ര തന്നെ ഒരു എംപറിക്കൽ ആയിട്ടുള്ള കേസ് സ്റ്റഡി പോലെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള വർക്കിന് തിയറട്ടിക്കൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വേൾഡിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വർക്ക് നമുക്ക് ഗ്ലോബൽ ലെവലിൽ വാലറൈസ് ചെയ്യണം. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ്. അതുപോലെ തന്നെ ഞാൻ മൈഗ്രേഷൻ ആൻഡ് സിറ്റീസിൽ വർക്ക് ചെയ്യുന്ന അതുകൊണ്ട് ഇന്ത്യ പോലെ തന്നെ US-ൽ അത്ര അധികം എത്നിക് ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ എങ്ങനെയാണ് എത്നിക് കമ്മ്യൂണിറ്റീസ് ലോക്കൽ ഇക്കോണമീസ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ പ്ലേസ് മേക്കിംഗ് ചെയ്യുന്നത് എന്നുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ മോട്ടിവേഷൻ കൊടുത്തത്. ഓക്കെ, ബിസൈഡ്സ് ദാറ്റ് യു ഷുഡ് ഗിവ് സ്ട്രോങ് റീസൺ ഫോർ വൈ യു വാണ്ട് ടു സ്റ്റഡി ഇൻ US. എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റഡി ഇന്ത്യ അല്ലാതെ US തന്നെ ചെയ്യണം എന്നുള്ള സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഇപ്പൊ നിങ്ങളൊരു സയൻസ് റിലേറ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത എന്ത് റിസർച്ച് ഫെസിലിറ്റീസ് ആണ് US-ലുള്ളത്, അതൊരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു ഫ്യൂച്ചർ സ്കോപ്പ് ഓഫ് വർക്ക്, നിങ്ങൾ US-ൽ പ്രൊപ്പോസ് ചെയ്ത വർക്കും നിങ്ങളുടെ റിസർച്ച് ഡെസർട്ടേഷനും എങ്ങനെയാണ് ഫ്യൂച്ചർ റിസർച്ചിലേക്ക് എന്ത് പൊട്ടൻഷ്യൽ ആണ് ഉള്ളത്, നിങ്ങളുടെ റിസർച്ചിന് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു സ്കോപ്പ് എന്നുള്ള ഒരു സെക്ഷൻ കൂടി ഒരു 2 ലൈൻസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി വേണ്ടത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് യൂണിവേഴ്സിറ്റിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതൊരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആയത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസും റിസർച്ച് സ്റ്റേറ്റ്മെന്റും ആദ്യമേ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങൾ ഹോസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് റിസർച്ച് നിങ്ങൾക്ക് എന്താണ് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം. അപ്പോൾ ഒരു റിസർച്ച് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആവുകയാണെങ്കിൽ ഈ ഹോസ്റ്റിനെ കണ്ടുപിടിക്കലും അനുയോജ്യമായ യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കലും അവർക്ക് ഇമെയിൽ ചെയ്യാനും റിസർച്ച് പ്രൊപ്പോസൽ അയക്കാനും ഒക്കെ കൺവീനിയന്റ് ആവും. ഓക്കെ, സോ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രിപ്പയർ യുവർ റിസർച്ച് പ്രൊപ്പോസൽ. ഞാൻ ചെയ്തത് ഒരു എക്സൽ ഷീറ്റിൽ ഹോസ്റ്റ് പോസിബിൾ ആയ അനുയോജ്യമായ യൂണിവേഴ്സിറ്റീസ് എല്ലാം നോക്കി അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം സെർച്ച് ചെയ്ത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സിന്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുവേണ്ടി വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ റിസർച്ചിന് ഗൈഡൻസ് തരാൻ അനുയോജ്യമായിട്ടുള്ള റെലവെന്റ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന സ്കോളേഴ്സ് ആരൊക്കെയാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഒരു ടെന്റേറ്റീവ് ലിസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് അവരുടെ പ്രൊഫൈല് നന്നായിട്ട് വായിച്ചതിന് ശേഷം അവരെന്ത് തീംസിലാണ് വർക്ക് ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ട് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ എന്താണ് റിസർച്ച് ചെയ്യുന്നത്, എന്ത് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ റിസർച്ച് ആയിട്ട്
കൺസോണൻസ് ഉള്ളത്. അതായത് എങ്ങനെയാണ് നമ്മളെ വർക്ക് അവരുടെ ലാർജർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ അവര് നമുക്ക് ഗൈഡൻസ് തരാൻ സാധിക്കും എന്നൊരു ഒരു ഒരു ചെറിയൊരു ഒരു 2 പാരഗ്രാഫ്സിൽ കവിയാത്ത ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരുപാട് സ്കോളേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 15-20 സ്കോളേഴ്സിന് ഇമെയിൽ ചെയ്യണം. അപ്പോൾ ഒരു ഇമെയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ സ്കോളേഴ്സിന് എഴുതുമ്പോൾ അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ എന്ന് അലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് അയക്കാവുന്നതാണ്. ആദ്യമേ നിങ്ങൾ റിസർച്ച് പ്രപ്പോസൽ അയക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മെൻഷൻ ചെയ്യാം ദാറ്റ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ knowing further about my research, I can send my research proposal as well as my CV for your further for you to read further. എഴുതാം. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കോ ഡിപ്പാർട്ട്മെന്റ്സിനോ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അഥവാ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ആയിട്ട് ലാബായിട്ട് കൊളാബറേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഗൈഡിന് അഡ്വൈസറിന് ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ആവും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സജഷൻസ് കൊടുക്കാൻ. ഓക്കെ, നിങ്ങൾ മെയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ചും ഫസ്റ്റ് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ. അതുപോലെ യെസ്, US-ൽ നിങ്ങൾ എന്ത് സ്റ്റഡിയാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള അതും കൂടി അവര് ബോധ്യപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് മെയിൽ ചെയ്യുമ്പോൾ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയില്ല. സോ ഫോളോ അപ്പ് ചെയ്യണം. അവർ നിങ്ങളെ മെയിൽ വായിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം കൊടുത്തിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഫസ്റ്റ് ഇമെയിലിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന പ്രൊഫസേഴ്സ് അപൂർവമാണ്. So please follow up. Don't get demotivated if you get any rejections. ഞാൻ പറഞ്ഞ പോലെ ഈ ഹോസ്റ്റ് ഇൻവിറ്റേഷൻ ലെറ്റർ അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിനിമം 2 ലെറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, ഫുൾ ബ്രൈറ്റ് കോർഡിനേറ്റേഴ്സിന് അയച്ചു കൊടുക്കണം. ഇത്രയ്ക്കാണ് മെയിൻ ആയിട്ട് ഉള്ള നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ്. ഓക്കെ, കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതായത് ഹോസ്റ്റ് യൂണിവേഴ്സിറ്റിനെ സമീപിക്കുമ്പോൾ CV ആൻഡ് പ്രൊപ്പോസൽ അവർ ചോദിക്കുമ്പോൾ മാത്രം അയക്കുക. കാരണം ഈ പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ പ്രൊപ്പോസൽ വാങ്ങി ഗോസ്റ്റ് ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഉണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് when you're sending your proposal and CV, just be careful to give only when it is asked. Okay, best to give your documents for proofreading. നിങ്ങളുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ നിന്ന് പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് നിങ്ങളുടെ ഡോക്യുമെന്റ്